താൻ യോഗ്യനല്ലെങ്കിൽ സമസ്ത അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാണെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു. ഈ സമസ്തയും ലീഗും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളുടെ ബാക്കി പത്രം എന്ന നിലയിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പരാമർശം വന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത് ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്നതാണോ? തീർച്ചയായിട്ടും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമോ ചെറിയ പ്രതിസന്ധിയാണെന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വിചാരിച്ചാല് 50 കൊല്ലം മുമ്പ് 1974 AP അബൂബക്കർ മുസ്ലിയാർ സമസ്തയിലൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതിന്റെ വേറെ ഒരു രൂപമായിട്ടാണ് ഞാൻ കാണുന്നത്. അന്ന് CPM അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കരുണാകരൻ ഗ്രൂപ്പ് രണ്ട് കൂട്ടരും അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. പിന്നെയും 15 കൊല്ലം കഴിഞ്ഞ് 89-ലാണ് അദ്ദേഹം പുറത്തു പോയത്. അതാണ് ഇപ്പോൾ AP ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിപ്പോ തീർച്ചയായിട്ടും ഇതില് പതിവിൽ കവിഞ്ഞ രാഷ്ട്രീയം ഇതിനകത്ത് കലരുന്നുണ്ട്. ഇതിന്റെ പിറകിൽ CPM-ന്റെ ഒരു മൂപ്പിക്കലുണ്ട് എന്നാണ് എന്റെ തോന്നല്. കാരണം മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് പോയിച്ച് നടക്കുകയാണ് CPM. അപ്പൊ അവർക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വയ്യ. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇപ്പോ പല സമയത്ത് ഞങ്ങളെ സമീപിക്കാൻ ലീഗ് വഴിക്ക് വേണമെന്നില്ല, ഈ മതപുരോഹിതന്മാർക്ക് നേരിട്ട് ഞങ്ങളെ സമീപിക്കാം എന്നൊരു സന്ദേശം ഒന്നാം പിണറായി ഗവൺമെന്റും രണ്ടാം പിണറായി ഗവൺമെന്റും നിരന്തരം കൊടുക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഇവര് പറഞ്ഞപ്പോ വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടുക എന്നുള്ളത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഉദാഹരണം പറയാം. അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായ യൂണിഫോം സ്കൂളിൽ നടപ്പാക്കുക എന്നുള്ളത് ഇവര് പറഞ്ഞപ്പോ വേണ്ടാന്ന് വെച്ചു. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഗവൺമെന്റിനെയോ ഇടതുമുന്നണിയോ സമീപിക്കണമെങ്കിൽ നിങ്ങളിങ്ങ് വന്നാൽ മതി, അതിന് മുസ്ലിം ലീഗിന്റെ കെയർ ഓഫ് വേണ്ട എന്ന തരത്തിൽ ഇവരെ ശാക്തീകരിക്കുന്ന ഒരു പണി CPM എടുക്കുന്നുണ്ട്. അതിന്റെ പ്രതികരണം തീർച്ചയായിട്ടും ഇത് ഇപ്പൊ പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ കാണും. അത് ഏത് അളവിൽ ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. തീർച്ചയായിട്ടും വളരെ വർഷങ്ങളായിട്ട് തങ്ങളുടെ ആ പ്രസംഗം യോഗ്യനല്ലെങ്കിൽ തന്നെ മാറ്റൂ എന്നുള്ളത് സമസ്തയിലെ അണികളെ വികാരഭരിതരാക്കുകയും അത് ലീഗിനുള്ള ഒരു മുന്നറിയിപ്പാണോ? അതായത് പ്രശ്നങ്ങൾ തീർത്തോളൂ. അതൊരു വെല്ലുവിളിയാണ്. അതൊരു വെല്ലുവിളിയാണ്. അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്ഥാനത്ത് വന്നപ്പോ തന്നെ സാദിഖ് അലി തങ്ങളുമായിട്ട് അവരൊരു മൂപ്പളമ തർക്കമുണ്ട്. പാണക്കാട് തങ്ങളാണോ ജിഫ്രി തങ്ങളാണോ മേലെ എന്നൊരു മൂപ്പളമ തർക്കമുണ്ട്. അത് രണ്ട് തലപ്പത്ത് തങ്ങന്മാര് വന്നപ്പോ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അത് ഏത് തങ്ങൾക്കാണ് ആധികാരികത, ഏത് തങ്ങൾക്കാണ് പാണ്ഡിത്യം, ഏത് തങ്ങൾക്കാണ് സ്വീകാര്യത കൂടുതൽ എന്ന തരത്തില് അതിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് ഒരു പങ്കുണ്ട്, CPM-ന് വലിയ പങ്കുണ്ടായില്ലേ. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നം. ഇതൊരു വെല്ലുവിളിയാണ്. നിങ്ങൾ പ്രസിഡന്റ് പുറത്താക്ക് എന്ന് പറയുന്നത് അതൊരു വെല്ലുവിളിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതിന് തീർച്ചയായിട്ടും ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM-ന്റെ രഹസ്യ പിന്തുണ ഉണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു.